ആദ്യം തന്നെ നമ്മൾ കടക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള അതിക്രൂരമായ അതിദാരുണമായ വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ വീണ്ടും പെൺകുട്ടിയോട് കൊടും ക്രൂരത. 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നു. നരേല മേഖലയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. 2 യുവാക്കളെ പോലീസ് പിടികൂടി. രാഹുൽ, ദേവദത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നു. തെരച്ചിലിലാണ് മൃതദേഹം കണ്ടുകിട്ടിയത്. സുവി വിശ്വനാഥൻ കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സുവി, അതിദാരുണമായ സംഭവം ഡൽഹിയിൽ വീണ്ടും അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു 10 വയസ്സുകാരിയാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ളത്. എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്? ഈ മൃതദേഹം ഇപ്പോൾ കണ്ടുകെട്ടി. ഈ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുള്ളവർ മാത്രമാണോ ഇതിൽ പ്രതികളായി വരുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? ആര്യ, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള കൊടും ക്രൂരതയാണ് ഡൽഹിയിൽ അരങ്ങേറിയിരിക്കുന്നത്. നമുക്കറിയാം, നിർഭയ സംഭവം ആ നിർഭയ സംഭവത്തോട് സമാനം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കൊടും ക്രൂരതയാണ് ഉണ്ടായിരിക്കുന്നത്. 10 വയസ്സുകാരിയാണ് കൂട്ടബലാത്സംഗത്തിനും അതിനുശേഷം കൊല ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നരേല മേഖലയിൽ, ഡൽഹിയിലെ നരേല മേഖലയിലാണ് സംഭവം. ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ് പെൺകുട്ടി പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ 2 പേർ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതാണ് രാഹുലും ദേവദത്തും. ഇവർ 2 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. ഈ രാഹുലും ദേവദത്തും പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടി തിരിച്ചു വരാത്ത സാഹചര്യത്തിൽ, പെൺകുട്ടിയെ കാണാനില്ലാത്ത സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അപ്പോഴാണ് ഈ 2 പേരെ പിടികൂടുകയും അവരോട് വിവരങ്ങൾ ആരായുകയും ചെയ്തത്. ഈ രാഹുലാണ് ഈ പെൺകുട്ടിയെ പിടികൂടിയ സംഭവം തിരിച്ചറിഞ്ഞത്. ഈ പെൺകുട്ടിയെ പിടികൂടിയ സംഭവം രാഹുലാണ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് പൊന്തക്കാട്ടിൽ ഈ കുട്ടിയുടെ മൃതദേഹം ഉണ്ട് എന്ന് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നതും രാഹുലാണ്. പെൺകുട്ടിയുടെ തല അടിച്ചു പൊട്ടിച്ച നിലയിലാണ് ഉള്ളത്. ഏതായാലും അതീവ ക്രൂരമായ ഒരു സംഭവം, നിർഭയ സംഭവത്തിന് സമാനമായ രീതിയിലുള്ള ഒരു സംഭവമാണ് ഡൽഹിയിൽ അരങ്ങേറിയിരിക്കുന്നത്. 2 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇനിയും ആളുകൾ പിടികൂടാനുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. സുവി, ഈ കേട്ടിരിക്കാൻ പോലും പ്രയാസമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കൊടും ക്രൂരതയാണ് കുട്ടിയോട് കാട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൃക്സാക്ഷികൾ കണ്ടു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഒരേ മേഖലയിൽ തന്നെ താമസിക്കുന്ന ആളുകളാണോ? ഈ കുട്ടിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്ന, ഈ കുടുംബവുമായി പരിചയമുണ്ടായിരുന്ന വ്യക്തികളാണോ ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ഈ പ്രതികളെ സംബന്ധിച്ച്? ആര്യ, ഈ രാഹുൽ എന്ന് പറയുന്നയാൾ അവിടെ, അതായത് ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് ഒരു ഗ്യാസ് പൈപ്പ് ഉണ്ടാക്കുന്ന കടയുണ്ട്. ആ കടയിലെ ജീവനക്കാരനാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദേവദത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ അത്താഴം കഴിഞ്ഞ് ഒരു പെൺകുട്ടി പുറത്തിറങ്ങണമെങ്കിൽ സ്വാഭാവികമായും അറിയുന്ന ആളുകൾ തന്നെയായിരിക്കണം, വീടുമായി പരിചയമുള്ള ആളുകൾ തന്നെയായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു 10 വയസ്സുകാരി പുറത്തിറങ്ങില്ല എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത് 2 പേരുടെ അറസ്റ്റ് മാത്രമാണ്. ഇതിൽ കൂടുതൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ 2 പേരെയും പൂർണ്ണമായും ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിൽ ഒരു സംഭവം ലഭിക്കുകയുള്ളൂ. ഏതായാലും മനസാക്ഷിയെ നടുക്കുന്ന, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയുടെ വാർത്തകളാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും 10 വയസ്സുകാരി, നമ്മളെല്ലാം പറയും പിഞ്ചുകുട്ടിയിൽ നിന്നും ഒരല്പം മുകളിൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആരെങ്കിലും വിളിച്ചാൽ അത് വിളിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അത്രയും ചെറിയൊരു പ്രായമുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാവുകയും അതിനെ തുടർന്ന് കൊല ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ മൃതദേഹം പോലീസ് അതായത് തെരച്ചിലിന് ശേഷം, നിരവധി തെരച്ചിൽ നടത്തി അതിനുശേഷം രാഹുൽ കസ്റ്റഡിയിലാവുന്നു. രാഹുലാണ് പോലീസിനോട് പറയുന്നത് ഈ മൃതദേഹം പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന്. അതായത് വീടിന് ഏതാണ്ട് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ ഈ പൊന്തക്കാട്ടിലേക്ക് എന്നാണ് പറയുന്നത്. ആ പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് രാഹുലാണ് വിവരം പറയുന്നത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ ഈ രാഹുൽ പോലീസ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം പോലും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായതിന്റെ ലക്ഷണങ്ങൾ ഈ മൃതദേഹത്തിനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ
തല അടിച്ചു പൊട്ടിച്ച നിലയിലാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ക്രൂരതയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, തൃശ്ശൂരിൽ സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടി, അതായത് ഈ ഭിക്ഷാടകനെ കണ്ട് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൂടെ ഈ ഭിക്ഷാടകനും ചാടിയിരുന്നു. അന്ന് അയാൾ ഇഷ്ടിക കൊണ്ട് ഈ സൗമ്യയുടെ തലയ്ക്കടിച്ചു എന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. ഏതാണ്ട് അതിന് സമാനമായ തരത്തിൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ക്രൂരമായ പീഡനമാണ് ഈ 10 വയസ്സുകാരിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. നിർഭയ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം, നിർഭയ സംഭവത്തിന് ശേഷം നമ്മൾ നമ്മുടെ നിയമങ്ങളെല്ലാം തന്നെ പരിഷ്കരിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ക്രൂരത വീണ്ടും അരങ്ങേറുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഇന്നലെ പെൺകുട്ടിയെ കാണാതായതിന് തൊട്ടടുത്ത്, പ്രത്യേകിച്ചും രാത്രിയാണ്, സ്വാഭാവികമായും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാകും പെൺകുട്ടി എവിടെയാണ് പോയതെന്ന്. അതിന് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നിട്ടും പോലീസ് നടത്തിയ തിരച്ചിലിൽ ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് പിന്നീടാണ് ഈ രാഹുലും ദേവദത്തും ചേർന്ന് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന കാര്യം നാട്ടുകാർ പോലീസിൽ അറിയിച്ചത്. തുടർന്നാണ് ഇവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 2 പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. നരേല പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം. 12:29 ഈ പെൺകുട്ടി, അതായത് ഇന്നലെ രാത്രി 12:29 ഈ പെൺകുട്ടി കാണാതായ വിവരം ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നത്. അതിന് തുടർച്ചയായി തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ഈ പോലീസിൽ വിവരം ലഭിച്ച അപ്പോൾ തന്നെ, അതായത് പരാതി നൽകിയതിന് തുടർച്ചയായി തന്നെ ഒരു ഫോൺ കോൾ ലഭിക്കുകയും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം സമീപത്തെ ഒരു പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു എന്ന വിവരം ഉണ്ടായിരുന്നു. പെൺകുട്ടി വസ്ത്രം ധരിച്ച നിലയിലായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ തല ബ്രൂട്ടലി സ്മാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അതിക്രൂരമായി തല തല്ലി പൊട്ടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത്. ഏതായാലും ഈ ക്രൈം സീൻ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ഫോറൻസിക് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിക്കുകയും മറ്റ് തെളിവ് ശേഖരണവും മറ്റും നടത്തിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് 2 പേരാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി കൂടുതൽ പേർ ഉണ്ടോ, ഇതൊരു കൂട്ട ബലാത്സംഗം തന്നെയാണോ എന്നത് സംബന്ധിച്ചും വ്യക്തതകൾ വരാനുണ്ട്. ഏതായാലും പെൺകുട്ടിയുടെ മൃതദേഹം പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൂരമായ ബലാത്സംഗത്തിന് 10 വയസ്സുകാരി ഇരയായിരിക്കുന്നു എന്ന് തന്നെയാണ്. ആ മൃതദേഹത്തിലെ പാടുകളും മറ്റും സൂചിപ്പിക്കുന്നത് അതാണ്. കുട്ടിയുടെ തല ക്രൂരമായി അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഇത് വളരെ ആസൂത്രിതമായി നടത്തിയ, ഗൂഢാലോചനയോടുകൂടി നടത്തിയ ഒരു ക്രൂരകൃത്യം തന്നെയാണ് എന്ന് പറയാം. കാരണം ഈ യുവാക്കൾ ഈ കുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നവരാണ്. സ്ഥിരമായി ഈ കുട്ടിയുമായും കുട്ടിയുടെ കുടുംബവുമായിട്ടും ഒക്കെ കാണുകയോ ബന്ധം വെച്ച് പുലർത്തുകയോ ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അത്തരത്തിൽ പ്ലാൻ ചെയ്ത് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരതയ്ക്ക് ഇരയാക്കിയിട്ടുള്ളത് എന്ന് പറയാമല്ലേ? തീർച്ചയായും ആ രീതിയിൽ തന്നെ ഈ കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സ്വാഭാവികമായും പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പം ഒരു 10 വയസ്സുകാരി പോവുക എന്ന് പറയുന്നത് ഒട്ടും ലോജിക്കലി കറക്റ്റായി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. സ്വാഭാവികമായും ഈ വീടിന് സമീപത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ രാഹുൽ അവിടെ ഒരു സിലിണ്ടർ ട്യൂബ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ജോലിയിലുള്ള ഒരാളാണ്. അയാളെ നേരത്തെ തന്നെ ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അറിയുന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ പെൺകുട്ടി അവരുടെ കൂടെ പോയിട്ടുണ്ടാവുക. ഇന്നലെ രാത്രി, അതായത് 9:35 ഓടുകൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത്. അതിനുശേഷമാണ് തെരച്ചിൽ നടത്തുന്നത്. അച്ഛൻ രാത്രി 12 മണിക്ക് ശേഷമാണ് പരാതി നൽകുന്നത്. പരാതി ലഭിച്ച ഉടൻ തന്നെ ഒരു ഫോൺ കോൾ വരികയും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ ഒരു പൊന്തക്കാട്ടിൽ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ജോർജ് കള്ളി